ഈ ചെങ്ങന്നൂരിൽ സ്കൂൾ ബസ്സിന് തീപിടിച്ച കാര്യം ഞാൻ നേരെ പറഞ്ഞു. ബസ്സിലുണ്ടായിരുന്ന 17 കുട്ടികളും സുരക്ഷിതരായി. പെട്ടെന്ന് ഡ്രൈവർ ബസ് നിർത്തി കുട്ടികളെ മുഴുവൻ പുറത്തെടുത്തത് കൊണ്ടാണ് കുട്ടികൾക്ക് അപകടം ഉണ്ടാകാതിരുന്നത്. ബസ് പൂർണ്ണമായും കത്തി നശിച്ചു. മാന്നാർ ഭുവനേശ്വരി സ്കൂളിൻ്റെ ബസ്സിനാണ് തീപിടിച്ചത്. സ്കൂൾ ബസ് കത്തി നശിച്ചു. മനീഷ് മഹിപാൽ ആലപ്പുഴയിൽ നിന്നും തത്സമയം ചേരുന്നു. മനീഷ്, എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായത്? ഇതിപ്പോൾ എന്തൊരു തീപിടുത്തമാണിത്? കുട്ടികൾ രക്ഷപ്പെട്ടത് ഭാഗ്യം. പറയൂ. ഈ ബസ് പൂർണ്ണമായും കത്തി നശിച്ചു. ഏകദേശം 1 മണിക്കൂർ മുൻപാണ് ഈ ചെങ്ങന്നൂർ ആലയിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ബസ്സിനകത്ത് 17 കുട്ടികൾ ഉണ്ടായിരുന്നു. എല്ലാ കുട്ടികളും LP UP സ്കൂളിലൊക്കെ തന്നെ പഠിക്കുന്ന LP UP നിലവാരത്തിലുള്ള കുട്ടികളാണ്. അവർ ഹയർ സെക്കൻഡറി, അതായത് മാന്നാർ ഭുവനേശ്വരി സ്കൂളിലേക്ക് പോകുന്ന ബസ്സിലാണ് തീ പിടിച്ചത്. നിലവിൽ ഈ അപകടം ഉണ്ടായത് ആല ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്ത് വെച്ചാണ്. എന്താണ് ഈ അപകടം ഉണ്ടാകാനുള്ള കാരണമെന്ന് നിലവിൽ മോട്ടോർ വാഹന വകുപ്പും അഗ്നിരക്ഷാസേനയും പരിശോധന നടത്തി വരികയാണ്. ഡീസൽ ടാങ്കിന് എന്തെങ്കിലും ചോർച്ച ഉണ്ടായതാണോ, അതിൽ സ്വാഭാവികമായി സാധാരണ സംഭവിക്കുന്നത് പോലെ ഷോർട്ട് സർക്യൂട്ട് സംഭവമാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ഈ സ്കൂൾ ബസ്സിന് അടക്കം കൃത്യമായ പരിശോധന നടത്തി അതിൻ്റെ ഫിറ്റ്നസ് ഉറപ്പാക്കി വേണം കുട്ടികളെ കൊണ്ടുപോകേണ്ടത്. ഈ അധ്യയന വർഷം ആരംഭിക്കുന്ന സമയത്ത് തന്നെ ഇത്തരം പരിശോധന കർശനമാക്കേണ്ടതാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ തരത്തിലുള്ള അപകടം ഉണ്ടായത്? വലിയ അപകടമാണ്. ഈ ബസ് നിർത്തി, അതായത് വണ്ടിയിൽ നിന്നും ഈ പുക ഉയരുന്നത് കണ്ടിട്ടാണ് ഡ്രൈവർ വാഹനം നിർത്തിയത്. മുഴുവൻ കുട്ടികളെയും പുറത്തെത്തിച്ചു. പിന്നീട് പുറകെ വന്ന മറ്റൊരു സ്കൂൾ വാഹനത്തിൽ കുട്ടികളെ പിന്നീട് സ്കൂളിലേക്കല്ല വീട്ടിലേക്ക്, എല്ലാവരെയും അവരുടെ വീട്ടിലേക്ക് കൊണ്ട് കുട്ടികളെല്ലാവരും പേടിച്ചു പോയി. അത്തരത്തിൽ വലിയ തീ പിടിച്ചു. മിനിറ്റുകൾക്കകം കുട്ടികൾ ഈ ബസ്സിൽ നിന്നിറങ്ങി മിനിറ്റുകൾക്കകം തന്നെ ബസ് പൂർണ്ണമായും കത്തി നശിച്ചു. എന്താണെങ്കിലും എന്താണ് ഇതിൻ്റെ കാരണം? ഈ ബസ്സിന് വേണ്ട വിധത്തിലുള്ള ഫിറ്റ്നസ് അടക്കമുള്ള മറ്റ് രേഖകളുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടത് കൂടിയുണ്ട്. 17 കുട്ടികളെ നിലവിൽ മറ്റൊരു സ്കൂൾ ബസ്സിൽ വീട്ടിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത്.